അത് ഈ 45-ാമത്തെ ശ്ലോകമാണ്. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്ദന്തോ നിത്യസത്വസ്തു നിര്യോഗക്ഷേമ ആത്മവാൻ. ഹേ അർജുന, വേദങ്ങൾ സത്വരജസ് തമോ രൂപമായ പ്രപഞ്ചത്തെ സംബന്ധിച്ചവയാണ്. നീ ത്രിഗുണങ്ങൾക്ക് അതീതനാവൂ. സുഖദുഃഖാദി ദ്വന്ദ്ഭാവങ്ങൾക്ക് അതീതനും സദാ സത്വശുദ്ധിയെ ആശ്രയിക്കുന്നവനും യോഗക്ഷേമ ചിന്തയില്ലാത്തവനും ആത്മനിഷ്ഠനുമായി വർത്തിക്കുക. സത്വരജ തമോ ഗുണങ്ങൾ സർവ്വജീവികളുടെയും ഉള്ളിൽ അവിഭാജ്യ ഘടകമായി കുടികൊള്ളുന്നു. സത്വരജസ് തമോ ഗുണങ്ങൾ സർവ്വജീവികളുടെയും ഉള്ളിൽ അവിഭാജ്യ ഘടകമായി കുടികൊള്ളുന്നു. ഇവയുടെ തോത് ഓരോ വ്യക്തിയിലും വെവ്വേറെ ആയിരിക്കുമെങ്കിലും ഇവ കൊണ്ടാണ് എല്ലാവരുടെ മനസ്സും രൂപപ്പെട്ടിരിക്കുന്നത്. ഈ സൂക്ഷ്മ ശരീരം എന്ന് എന്ത് പറഞ്ഞാൽ എന്താണ് ഈ സൂക്ഷ്മ ശരീരം? സൂക്ഷ്മ ശരീരം എന്തുവാന്ന്? സൂക്ഷ്മ ശരീരം എന്താണെന്ന് പറയാവോ ആർക്കെങ്കിലും? ഉള്ളിലുള്ള ശരീരം. എന്തോ? ഉള്ളിലുള്ളത്, കാണാൻ പാടില്ലാത്തത്. സൂക്ഷ്മ ശരീരം പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താണ്? നമുക്ക് പരമാത്മാവിന്റെ അംശം. പരമാത്മാവിന്റെ അംശം. പരമാത്മാവിന്റെ അല്ല, അത് ജീവാത്മാവ് എന്താന്നുള്ളതാ. പരമാത്മാവിന്റെ അംശം വാസനയിൽ പ്രതിഫലിക്കുമ്പോഴാണ് ജീവാത്മാവ്. ഈ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. അതിൽ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാല് എന്തോ? നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം. അടുത്തത് സൂക്ഷ്മ ശരീരമാണ്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാല് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അന്ധകരണം. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരത്തിനോട് ചേർത്തിട്ട്. കാരണ ശരീരം വാസനയാണ്, കർമ്മഫലമാണ്. എന്റെ വാസനയാണ്. ഈ വാസനയാണ് ചിന്തകൾ വരുന്നത്. അപ്പൊ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും. ഈ കാരണ ശരീരത്തിൽ നിന്നാണ് ഈ സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കുന്നത്, ഇല്ലേ? ഈ വാസനയിൽ എന്താ ജന്മത്തിന് കാരണമായത്? ജന്മത്തിന് കാരണമായത് സൂക്ഷ്മ കാരണ ശരീരം. അതുകൊണ്ടാണ് അതിന്റെ കാരണ ശരീരം എന്ന് പറയുന്നത്. അത് സഞ്ചിത കർമ്മമാണ് പ്രാരബ്ധമായിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് കാരണ ശരീരം. അപ്പം ഈ കാരണ ശരീരവും സൂക്ഷ്മ ശരീരവും ഇത് വാസനയില്ലയോ, അത് ഗുണാധിഷ്ഠിത വാസനയാണ്. ഗുണത്തിൽ 3 ഗുണങ്ങളിൽ അധിഷ്ഠിതമാണ്. അത് ഞാൻ ബേസിക്സിൽ അത് പറയാഞ്ഞതാ, കാരണം ഒത്തിരി ഒന്നുകൂടെ വരുമ്പോൾ പറയാന്ന് വിചാരിച്ചു. ഈ വാസനയിൽ എനിക്ക് എല്ലാവരും ജനിക്കുന്ന ഈ 3 ഗുണങ്ങൾ, എല്ലാ മനുഷ്യനും ഈ 3 ഗുണങ്ങളുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് വാസനയിലുള്ളതാ. ഇത് മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഈ വാസനയില്ലേ? എന്റെ വാസനയിൽ നിന്നാണല്ലോ എന്റെ ചിന്തകൾ വരുന്നേ. അപ്പൊ എന്റെ മനസ്സ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ വാസനയിൽ നിന്നാണ്. മനസ്സ് രൂപപ്പെട്ടിരിക്കുന്നത് എന്റെ വാസനയിൽ നിന്നാണ്. വാസന എന്ന് പറയുന്നത് ഗുണാധിഷ്ഠിത വാസനയാണ്. ത്രിഗുണങ്ങളിൽ 3 ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ എന്ന് പറയും. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതവിടെ പറയുന്നത്. സത്വരജ തമോ ഗുണങ്ങൾ സർവ്വജീവികളുടെയും ഉള്ളിൽ അവിഭാജ്യ ഘടകമായി കുടികൊള്ളുന്നു. ഇവയുടെ തോത് ഓരോ വ്യക്തിയിലും വെവ്വേറെ ആയിരിക്കുമെങ്കിലും ഇവ കൊണ്ടാണ് എല്ലാവരുടെ മനസ്സും രൂപപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ത്രിഗുണങ്ങൾക്ക് അതീതനാവുക എന്നതിന് മനസ്സിന് അധീനാവുക എന്നാണ് അർത്ഥം. സ്വർണം, വെള്ളി, ചെമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു പാത്രമുണ്ടെന്ന് വെക്കുക. അതിൽ നിന്ന് ആ 3 ലോഹങ്ങൾ നീക്കം ചെയ്താൽ പാത്രം അവശേഷിക്കില്ലല്ലോ. തിളച്ച വെള്ളം, തേയില, പഞ്ചസാര, പാൽ ഇവ ചേർത്തുണ്ടാക്കിയ ചായയിൽ നിന്ന് പറയപ്പെട്ട 4 ഘടകങ്ങൾ നീക്കിയാൽ പിന്നെ ചായ എവിടെ? മനസ്സിന് അതീതമായി ഉയരുവെന്നാൽ ഈശ്വരത്വം നേടാം എന്നാണ് ഉപനിഷത്തുകൾ പ്രഖ്യാപിക്കുന്നത്.
മനസ്സിനെ അതിക്രമിക്കാനാവുമോ എന്ന് ഭയപ്പെടുന്ന ആര്യസന്തതികൾക്ക് ആശ്വാസമേകത്തക്കവണ്ണം അതേ ആശയത്തെ തന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണ്, ഹേ അർജുന, ഗുണങ്ങളെ അതിക്രമിക്കൂ, നിസ്ത്രൈഗുണ്യോ ഭവ എന്ന് ഹൈന്ദവ നവോത്ഥാനത്തിന്റെ സവിശേഷതയ്ക്ക് ഉദാഹരണമാണ് ഈ രീതി. അപ്പം ഈ ഉപനിഷത്തുകളൊക്കെ നമ്മൾ കേട്ട് കാണുമല്ലോ. ഈ നമ്മൾ ഇതേ സാധനങ്ങളൊക്കെ ചെയ്യുന്ന എന്തിനു? നമ്മുടെ ഇതിലെ കൂടെ ഒക്കെ എന്താണ്? മനോനിഗ്രഹം. മനസ്സിനെ ഇല്ലാതാക്കുന്ന. നമ്മളിപ്പോ ഏത് കാര്യങ്ങൾ ചെയ്യുന്നത്, ഏത് സാധനങ്ങളും ചെയ്യുന്നത് എന്റെ സമചിത്തതയ്ക്ക് ചിത്തശുദ്ധി വരുത്തുക. ചിത്തശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ മനസ്സിന് അതീതമാവണം. മനസ്സെന്ന് പറയുന്നത് ഒന്നങ്ങളില്ല, എന്റെ അനുഭവം, സുഖവും ദുഃഖവും ലാഭനഷ്ടം, പെയർ ഓഫ് ഓപ്പോസിറ്റ്സ് അനുഭവമാണ്. അനുകൂല പ്രതികൂല അനുഭവങ്ങളാണ് എൻ്റെ ഈ മനസ്സിന്റെ അനുഭവം. അപ്പം ഈ മനസ്സെന്ന് പറയുന്നത് എന്റെ വാസന, ഈ വാസനയാണല്ലോ അനുകൂല പ്രതികൂല. അപ്പൊ ഇത് 3 ഗുണങ്ങളിൽ അധിഷ്ഠിതമാണ്. തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം. എല്ലാവർക്കും ഉണ്ട് ഇത്. സത്വഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ദൈവിക ചിന്തകളും നല്ല നോബിളായിട്ടുള്ള നമ്മൾ നല്ല ആദർശങ്ങളും നല്ല ആ ഒരു ദൈവികമായിട്ടുള്ളതാണ്. എല്ലാം ഡിവൈൻ തോട്ട്സും ഒക്കെ വരുന്ന ആ ചിന്തകളാണ് സത്വഗുണം. രജോ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മൾ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ ആ ഗുണത്തിനെ പറയുന്ന അത് രജോ ഗുണം കാരണമാണ് നമ്മൾ വളരെ ഇതായിട്ട് കർമ്മം ചെയ്യുന്നത്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അലസത പലരുടെയും സ്വഭാവം കണ്ടിട്ട് ചിലരുടെയൊക്കെ അലസതയാണ്. അല്ലെങ്കിൽ നമുക്ക് സാധനം വലിയ ഉറക്കം വരുന്നു. നമുക്ക് ഉറക്കം ഒരു വ്യക്തി തന്നെ ഈ തമോ ഗുണം ആലസ്യം, അല്ലെങ്കിൽ വളരെ ക്രൂരത, ഈ റൗഡീസൊക്കെ ഉണ്ടല്ലോ, അത് തമോ ഗുണം എന്ന് പറയുന്നത്. ചിലതുണ്ട് ഒരു ജോലിയും ചെയ്യാതെ മടി പിടിച്ച് ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ ഒന്നിനും ഒരു താല്പര്യമില്ലായിരിക്കുന്ന ഒരു ആലസ്യാവസ്ഥ. അതാണെന്നല്ലോ നമ്മളൊക്കെ ആക്റ്റീവായിട്ടിരുന്നാലും ചിലർക്ക് ഉറക്കം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ തോന്നുന്നു. നമുക്ക് ഉറക്കം വരുന്നു, നമ്മൾ ആലസ്യമാണ്. അപ്പോൾ ആ ഗുണം. അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന്റെ പുറകിലുള്ള ക്രൂരമായ ചിന്തകൾ, അങ്ങനെ അത് രണ്ടും കൂടി അത് തമോ ഗുണമാണ്. ഒരു കർമ്മം നമ്മളൊരു ഭയങ്കരമായിട്ടൊരു കർമ്മം ചെയ്ത് നമ്മൾ ജോലിയിൽ മുഴുകിയിരിക്കുക, അത് നമ്മൾ രജോ ഗുണത്തിന്റെ, അതുകൊണ്ടാണ് നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുന്നത്. സാത്വിക ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ നോബിളായിട്ട് നമ്മൾ ഡിവൈൻ ആയിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഇരിക്കുന്ന ഭാഗത്തിലാണ് നമ്മൾ സത്വഗുണം. ഇതെല്ലാ വ്യക്തികളിലും ഉണ്ട്. ഒരു മനുഷ്യനായിട്ട് ജനിച്ച ഏത് മനുഷ്യരിലും ഈ വാസന ഈ 3 ഗുണങ്ങളോട് ചേർന്ന ഇതാണ് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത്. ഈ വാസനയും 3 ഗുണങ്ങളും ഇതിന്റെ പ്രപ്പോർഷൻ ഓരോരുത്തരിലും ഓരോ വിധത്തിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത്. വാസന ഒന്ന്, അതും ഗുണത്തിന് അധിഷ്ഠിതമായ. ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിയിൽ തന്നെ ഇതെല്ലാം എപ്പോഴും പ്രകടമാണ്. നമ്മളെപ്പോഴും നല്ല ഈശ്വര ചിന്തയിലിരിക്കുന്ന സമയമുണ്ട്, ജോലിയിൽ മുഴുകിയിരിക്കുന്ന സമയമുണ്ട്, അലസതയിൽ ഇങ്ങനെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ഉറങ്ങുന്ന സമയമൊക്കെ തമോ ഗുണത്തില്ല. എല്ലാ വ്യക്തികളിലും ഈ 3 ഗുണമുണ്ട്. വാസന എന്ന് പറഞ്ഞ് ഈ 3 ഗുണത്തിൽ അധിഷ്ഠിതമാണ്. 3 ഗുണങ്ങളുടെ ഒരു ഡിഫറെന്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അതിന്റെ ഒരു മിക്സിങ്ങിലാണ് ഈ വാസന ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ കാണിക്കുന്ന എല്ലാത്തിലും ഈ ഒരു ഗുണത്തിൽ, അതുകൊണ്ടാണ് പറയുന്നത് 3 ഗുണങ്ങളെ അർജുന നീ 3 ഗുണങ്ങൾക്കും അതീതനാവുക. സത്വരജ തമോ ഗുണങ്ങൾക്ക് അതീതനാവുക എന്ന് വെച്ചാൽ മനസ്സിന് അതീതം. അതാണ് മനോനിഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ ഇത് എന്ത് സാധനങ്ങൾ ചെയ്യുന്നു മനോനിഗ്രഹം എന്ന് വെച്ചാൽ അതിന്റെ ചിന്തകൾ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. മനസ്സിനെ ബാലൻസ് ചെയ്യുക. സമചിത്തത എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് സന്തോഷം മേപ്പോട്ടും ഇല്ല താപ്പോട്ടും ഇല്ല, അത് ബാലൻസ്ഡ് ആയി കഴിഞ്ഞു. അതിനെയാണ് പറയുന്നത്. അപ്പൊ ഒരു ഗുണത്തിലില്ല. ഗുണം വെച്ചാൽ എനിക്ക് സന്തോഷം വരുന്നു, ദേഷ്യം വരുന്നു. അപ്പൊ ഇതൊക്കെ ഈ ഗുണത്തിലാണ് നമുക്ക് ഈ വികാരങ്ങളെല്ലാം വരുന്നത്. നമ്മൾ ഇതിനെയെല്ലാം ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ബാലൻസ് ആയി കഴിഞ്ഞു. അപ്പൊ ഈ ഗുണത്തിനെയെല്ലാം നമ്മൾ അതീതമായി കഴിഞ്ഞു. അതിനാണ് ഈ പ്രാക്ടീസ്, ഈ സാധനങ്ങളെല്ലാം മനോനിഗ്രഹത്തിന്. മനോനിഗ്രഹം എന്ന് വെച്ചാല് മനസ്സിനെ ഇല്ലാതാക്കുക എന്നുള്ള ബാലൻസ്ഡ് മൈൻഡ്, സമചിത്തതയാണ് മനോനിഗ്രഹം. അല്ലാതെ മനസ്സില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂ? നമ്മൾ ഈ മോക്ഷാവസ്ഥ നേടുന്ന എപ്പോഴാ? ശരീരം വിട്ടു പോകുന്നതിന് മുമ്പ്. ശരീരം വിട്ടു പോകാതിരിക്കുന്ന അവസരം മനസ്സില്ലാതെ ജീവിക്കാൻ പറ്റൂ?
പക്ഷെ ബാലൻസ്ഡ് മൈൻഡിനെയാ മനോനിഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ മൈൻഡ് ബാലൻസ്ഡ് ആയി കഴിഞ്ഞു. എനിക്ക് സുഖത്തിലും ദുഃഖത്തിലും എനിക്ക് ഒരേ മനോഭാവം. അതാണ് ഞാൻ മനസ്സിന് അതീതമായി കഴിയുക. ഞാൻ ദ്വന്ദ്ങ്ങൾക്ക്, സുഖത്തിലും ഞാൻ ഇതാവുന്നില്ല, ദുഃഖത്തിലും ഞാൻ ഇതാവുന്നില്ല. സോ ഈ അനുകൂല പ്രതികൂല ഭാവത്തിൽ മനസ്സ് ഒരേപോലെ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിന് അതീതനാവും എന്ന് പറയും. എന്നുവെച്ചാൽ ഞാൻ ഈ മനസ്സ് എങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മൾ ഗുണത്തിൽ അധിഷ്ഠിത. നമുക്ക് ദേഷ്യം വരുമ്പോൾ രജോ ഗുണമാണ്. നമ്മൾ വളരെ സ്നേഹവാത്സല്യം പ്രകടിപ്പിക്കുക, അത് സത്വഗുണമാണ്. നമ്മൾ ആലസ്യമായിട്ട് മടി പിടിച്ചിരിക്കുന്നതൊക്കെ തമോ ഗുണമാണ്. എല്ലാ മനുഷ്യരിലും ഈ 3 ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ ഈ 3 ഗുണത്തിൽ നിന്നും മനസ്സ് ഈ 3 ഗുണത്തില. ഈ മനസ്സ് വെച്ചാൽ അതുകൊണ്ടാണ് എനിക്ക് ദ്വന്ദ്ഭാവങ്ങൾ വരുന്നത്. എനിക്ക് പെയർ ഓഫ് ഓപ്പോസിറ്റ് അനുഭവങ്ങൾ വെച്ചാൽ അനുകൂല പ്രതികൂല അനുഭവങ്ങൾ ഞാൻ അനുഭവിക്കുന്ന ഈ ഗുണത്തിൽ കാര്യങ്ങളാണ്. ഇതെന്റെ സഞ്ചിത കൊണ്ടുവന്നേക്കുന്നതാ, ഈ ജന്മത്തിൽ ഉണ്ടായതല്ല. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന വാസനയിൽ ഈ 3 ഗുണങ്ങളും ചേർന്നതാ. ഗുണാധിഷ്ഠിത വാസനയായത്. ഈ കാരണ ശരീരത്തിൽ ഇരിക്കുന്നത് ഈ ഗുണങ്ങളോട് ചേർന്ന, അതാണ് മനസ്സിൽ കൂടെ പ്രതിഫലിക്കുന്നത്. അതാണ് ചിന്തകളായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ആ ഗുണങ്ങളെ എല്ലാം പ്രദർശിപ്പിക്കും. ഞാൻ മനസ്സിന് അതീതനാവുക എന്നർത്ഥം, ഗുണത്തിന് അതീതനാവുക. ത്രിഗുണങ്ങള് അതിനെ അവിടെ പറയുന്നു. അപ്പൊ നമ്മൾ ആ 3 ഗുണങ്ങൾ മാറ്റിയാൽ മനസ്സ് ബാലൻസ്ഡ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് അത് പറഞ്ഞു ഇവർക്ക് ഒരു എക്സാമ്പിൾസ് പറയുന്നേ. സ്വർണം, വെള്ളി, ചെമ്പ്, ഇന്ന് ലോകം കൊണ്ട് ഒരു പാത്രം ഉണ്ട്, അതിനകത്ത് ഈ 3 ഘടകങ്ങൾ മാറ്റിയാൽ പിന്നെ പാത്രം എവിടാ എന്ന് പറയുന്നവർ. അതുപോലെ തന്നെ ഈ ചായ ഉണ്ടാക്കുന്നത് ആ ഘടകങ്ങളെല്ലാം മാറ്റിക്കഴിയും എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന്റെ ഘടകങ്ങളാണ് ഈ 3 ഗുണങ്ങൾ. അപ്പൊ ഈ 3 ഗുണങ്ങൾ ആയിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ബാലൻസ്ഡ് ആയി കഴിഞ്ഞു. അവിടെ എൻ്റെ അനുകൂല പ്രതികൂല എനിക്ക് ആ മനസ്സില്ല. ആ ബാലൻസ് അതിനെ ഒന്നും മേപ്പോട്ടും ഇല്ല താപ്പോട്ടും ഇല്ല. സോ അതിനാണ് ത്രിഗുണങ്ങൾക്ക് അധിഷ്ഠിതം. നമ്മളെല്ലാം ഓരോ ഗുണത്തിൽ അധിഷ്ഠിതപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ കർമ്മങ്ങൾ. ഞാൻ ഗുണമില്ലാതെ എന്ന് വെച്ചാൽ ബാലൻസ്ഡ് മൈൻഡിൽ വരണം നമ്മൾ. ആ പ്രാക്ടീസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ രോഗിക്ക് കുറിച്ചു കൊടുക്കുന്ന മരുന്ന് ലോകത്തിൽ എവിടെയും കിട്ടാനില്ലെങ്കിൽ ആ കുറിപ്പ് കൊണ്ട് പ്രയോജനമില്ല. അതുപോലെ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തനാവൂ എന്ന് നിർദ്ദേശം കിട്ടിയെങ്കിലും അത് പ്രായോഗികമാക്കാനുള്ള രീതി കൂടി കാട്ടിത്തരുന്നില്ലെങ്കിൽ പ്രസ്തുത നിർദ്ദേശം കൊണ്ട് എന്ത് പ്രയോജനം? ഈ ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥം ലക്ഷ്യത്തിലേക്കുള്ള പ്രായോഗിക മാർഗം നിർദ്ദേശിച്ചിരുന്നു. ശോകമോഹാകുലമായ സംസാരത്തിൽ നിന്ന് ആനന്ദസാന്ദ്രമായ ആത്മാനുഭൂതിയിലേക്ക് ഉയരാനുള്ള വഴി പറഞ്ഞിരുന്നു. സമചിത്തതയോടെ ജീവിത ആയോധനത്തിൽ ഏർപ്പെടാൻ കൃഷ്ണൻ കുറച്ചു മുമ്പ് ഉപദേശിക്കുകയുണ്ടായി. വേറെ വാക്കുകളിൽ അതേ ആശയം തന്നെ ഇവിടെ ആവർത്തിച്ചു പോകുന്നു. അതാ നമ്മുടെ അടുത്ത 3 ഇത് വരുന്നേ. നിർദ്വന്ദ്ം, നമ്മൾ പെയർ ഓഫ് ഓപ്പോസിറ്റ് അനുഭവങ്ങൾ. നിർദ്വന്ദ്ം, സുഖം ദുഃഖം, ശീത ഉഷ്ണം, ജയം പരാജയം എന്നീ പരസ്പര വിരുദ്ധങ്ങളായ ജീവിതാനുഭവങ്ങളെ ദ്വന്ദ്ങ്ങൾ എന്ന് പറയും. നമ്മെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്ന ഈ അനുഭവങ്ങൾ അസ്ഥിരങ്ങളാണ്, മാറിക്കൊണ്ടിരിക്കും. അവയിൽ ഭ്രമിക്കാതെ സ്വതന്ത്രനായി മാറി നിൽക്കൂ. നമ്മളെങ്ങനെ ബാലൻസ്ഡ് മൈൻഡ് വരുന്നേ? നമുക്ക് സുഖം വന്നാലും ദുഃഖം വന്നാലും അതിന് പറഞ്ഞ അന്ന് ഒരു മെക്കാനിസം പറഞ്ഞല്ലോ, ഈ സുഖവും ദുഃഖവും എവിടെ ഈ അനുഭവം അൾട്ടിമേറ്റ്ലി വരുന്നത് എന്തുകൊണ്ടാ? ഈ ലാഭനഷ്ടം, ജയം പരാജയം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന്റെ ഇഷ്ടമനുസരിച്ചുള്ള ഇത് വരുമ്പോൾ സുഖം, മനസ്സിന് ഇഷ്ടമില്ലാത്ത കാര്യം നടക്കുമ്പോൾ ദുഃഖം. അപ്പൊ ഇതെല്ലാം ഈ ദുഃഖാനുഭവങ്ങളും സുഖാനുഭവങ്ങളും ഇങ്ങനെ നിൽക്കത്തില്ല. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാ, മാറ്റമുള്ളതാ. ഞാൻ എന്തിനു വിഷമിക്കണം? എന്നിൽ നിന്ന് പോയത് എന്നിൽ വന്നുകൊണ്ടേയിരിക്കും, വന്നു പൊയ്ക്കോട്ടെ. ഇതെന്റെ വാസന, എൻ്റെ അഴുക്ക് മാലിന്യമാണ്. ഇതിനെയൊക്കെ നമ്മൾ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിയാലോ നമുക്ക് ആ ന്യൂട്രൽ മൈൻഡിനെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ വിഷമിക്കുകയോ സന്തോഷിക്കുകയോ അത്യധികമായി നമുക്ക് എമോഷൻസ് ഉണ്ടാവും. അനുഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് സുഖാവസ്ഥയും ദുഃഖാവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിൽ മതിമറന്ന് പോകത്തില്ല, അല്ലെങ്കിൽ അതിന് ആഴ്ന്നു പോകത്തില്ല, ദുഃഖത്തിൽ ആഴ്ന്നു പോകത്തില്ല. ബാലൻസ്ഡ് മൈൻഡ് നമുക്ക് പ്രാക്ടീസ് കൂടെ കൊണ്ടുവരാൻ പറ്റും. ഇത് പലരുടെയും സ്വാഭാവിക ജീവിതത്തിലുണ്ട്. നമുക്കറിയാലോ, ചിലരൊക്കെ വളരെ വളരെ ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന കാണാം. അപ്പോ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ശരിക്കും ഇത് പ്രാക്ടീസ് ചെയ്താലോ, നമുക്കറിയാം ചിലർ ഭയങ്കര മുൻചുണ്ടിക്കാരായിരിക്കും, ഭയങ്കര മുൻകോപിയായിരിക്കും. അപ്പൊ അവരൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യണം. ചിലർ എല്ലാത്തിനെയും ഒരു തന്മയത്വത്തോടെ ബാലൻസ്ഡ് മൈൻഡ് കൂടെ ഈ ഭൗതികത്തിൽ തന്നെ നമുക്ക് പലരെയും കാണാം. അപ്പൊ ജന്മഗുണങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് ഈ സത്യങ്ങളുടെ മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ നമ്മൾ ആൾറെഡി നമുക്ക് ചില ഗുണങ്ങളുണ്ട്, നല്ല
ഇതിനെയൊക്കെ ഒന്നുകൂടെ സൂക്ഷ്മഭാവത്തിൽ ഒന്നുകൂടെ ഫൈനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത എത്തും. ഭൗതികതയിൽ ഏത് കർമ്മം ചെയ്യുന്നതിനും എല്ലാം ഇതുണ്ട്. നമ്മൾ കോൺസെൻട്രേഷൻ വേണം, ജാഗ്രത വേണം, സൂക്ഷ്മമായി ഇല്ലയോ കാര്യങ്ങളെല്ലാം വിവേകത്തോട് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ അതിന്റെ ഫൈൻ അവസ്ഥയിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ ഈ ദ്വന്ദ്വാനുഭവങ്ങളിൽ സുഖ ദുഃഖ അനുകൂല പ്രതികൂല അനുഭവങ്ങളിൽ നമ്മൾ മനസ്സ് പോകാതെ സുഖം വരുമ്പോൾ ആരാണ് ഈ സുഖിക്കുന്നത്, ആരാണ് ഈ ദുഃഖിക്കുന്നത്, നമുക്കെല്ലാം മനസ്സിലാവും. നമ്മളാണ് സുഖിക്കുന്നത്. ഞാൻ സുഖിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു എന്ന് വെച്ചാൽ എന്തുവാ? ഞാനെന്ന ഭാവം. ഞാനാരാ? ജീവാത്മാവ. ഈ വാസനയാണോ ഞാൻ ഈ സ്ഥൂല ശരീരവും അല്ല, സൂക്ഷ്മ ശരീരവും അല്ല, കാരണ ശരീരവും അല്ല. ഞാൻ ഈശ്വരന്റെ അംശമാ. ഈ കാരണ ശരീരമാവുന്ന അഴുക്കിൽ പ്രതിഫലിച്ചപ്പോഴാണ് ഞാനെന്ന ഭ്രമമുണ്ടായത്. ഈ ജീവാത്മാവെന്ന് പറഞ്ഞ ഒരു ഭ്രമാവസ്ഥയാ. എന്തുകൊണ്ട് ആ ഭ്രമം വന്നേ? എന്റെ തന്നെ വാസന കാരണം, ഞാൻ ഉണ്ടാക്കി വെച്ച വാസനയാ. ആരും തന്നതല്ല, ഞാൻ തന്നെ ജന്മങ്ങളായിട്ടുണ്ടാക്കിയ വാസനയാ. നമുക്കറിയാമല്ലോ, കൊച്ചിലെ തൊട്ട് നേരത്തെ ഇല്ലാത്ത ഒരു വാസന എനിക്ക് ഈ ജന്മം ഉണ്ടാക്കാൻ കഴിയും. ഒന്ന് തന്നെ ഞാൻ നേരത്തെ ആദ്യകാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെ ഒരു വാസന ഉണ്ടാവുന്നേ? ആദ്യം ഒരു പ്രവൃത്തി ചെയ്യുന്നു, നമുക്ക് അതിനോടൊരു ഇഷ്ടം വരുന്നു, ആ പ്രവൃത്തിന് ഇഷ്ടം തോന്നുന്നുണ്ട്, ആ പ്രവൃത്തി തന്നെ പിന്നെയും ചെയ്യുന്നു, അതിനോടൊരു അങ്ങനെ 1, 2 ചെയ്തു, 3 ആ ഇഷ്ടം ഒരു ആസക്തിയായിട്ട് മാറും. പിന്നെ അതെന്റെ ഒരു സ്വഭാവമായിട്ടങ്ങ് മാറും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ കടൽക്കരയിൽ കൂടെ ഇങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം നടക്കുന്നു, നമ്മുടെ കാലടി പാടുകൾ ഇങ്ങനെ കാണാം. അതിന്റെ പുറത്തോടെ പിന്നെ ഒന്ന് നടക്കുന്നു, 2 നടന്നു, 3 നടന്നു, 4 ഇങ്ങനെ കുറെ പ്രാവശ്യം ആകുമ്പോഴേ പിന്നെ കാലടി പാടുകൾ കാണുമോ? അതൊരു മാർക്ക് പോലെ, ഒരു ലൈൻ പോലെ ഇരിക്കും. അതുപോലാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ 1 ചെയ്യുന്നു, 2 ചെയ്യുന്നു, 3 ചെയ്യുന്നു, 4 ചെയ്യുന്നു, പിന്നെ അതില്ല. അങ്ങനെ ചെയ്യാൻ എനിക്ക് ഒക്കത്തുള്ളൂ, വേറൊന്ന് മാറി ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അതൊരു വാസനയായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലാണ് ഇഷ്ടമല്ലാത്തത്. ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എനിക്ക് വരുമ്പോൾ ഞാൻ ചെയ്യത്തില്ല, പിന്നെയും വന്നു അത് ചെയ്യത്തില്ല. ഇങ്ങനെ ചെയ്യാതായി എൻ്റെ അതൊരു അനിഷ്ടമായിട്ടൊരു വാസനയായിട്ട് നമ്മൾ ഉരുക്കൂടും. ഇങ്ങനെയാണ് വാസന ഉണ്ടാവുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാ. ഓരോ ജന്മങ്ങളിൽ കൂടെ ഞാൻ ഉണ്ടാക്കിയ വാസനകളെ അതിനെ ഞാൻ കഴുകിക്കളയണം. എങ്ങനെ കഴുകിക്കളയും? വാസനയിൽ കൂടെ ഉണ്ടായി. എങ്ങനെ ഈ വാസന ഉണ്ടായേ? ഓരോ കർമ്മം ചെയ്തല്ലേ? ഓരോ കർമ്മം ചെയ്താണ് കർമ്മഫലം ഉണ്ടായത്. ആ കർമ്മഫലമാണ് എൻ്റെ ഇപ്പൊ ഇഷ്ടാനിഷ്ടങ്ങളായിട്ട് മാറിയിരിക്കുന്നത്. ഈ കർമ്മഫലത്തിനെ ഞാൻ എങ്ങനെ മാറ്റും? കർമ്മം കൊണ്ട് തന്നെ എഴുതി കളഞ്ഞേ പറ്റൂ. അപ്പൊ എങ്ങനെ കർമ്മം ചെയ്യണം? പിന്നെയും ഞാൻ വാസനയ്ക്ക് അടിമപ്പെട്ട് കർമ്മം ചെയ്താലോ എൻ്റെ വാസന കൂടത്തേ ഉള്ളൂ. അപ്പൊ വാസനയിൽ നിന്ന് മാറി ചെയ്യാൻ പഠിക്കണം. എങ്ങനെയാ വാസനയിൽ നിന്ന് മാറുന്നേ? എന്നിലൊരു വിവേകമുണ്ട്, എന്നിലൊരു ഈശ്വര ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിൽ നിന്ന് എനിക്ക് ഡയറക്ഷൻ വരും. നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്ന വാല്യൂസ് ഉള്ളതാ. നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത് ഏത് ക്രൂരനും അവന്റെ ഒരു മനസാക്ഷി അവനോട് പറയും, ചെയ്യരുത്, കാണിക്കുന്ന തെറ്റാണ്. നല്ല ഏത് മനുഷ്യനില്, കാരണം ജീവജാലങ്ങളിൽ എല്ലാത്തിലും ഈ പരമാത്മ ചൈതന്യത്തിന്റെ അംശമുണ്ട്. ആ ഗുണം പക്ഷേ നമ്മുടെ അതുകൊണ്ടിട്ട് അത് തെളിഞ്ഞ് കാണാത്തത് വാസന കാരണമാണ്. ഈ വാസന അതിനെ മറക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞാലോ, അപ്പൊ നമുക്ക് ഇങ്ങനെ ദേഷ്യം വന്ന് അല്ലെങ്കിൽ വിഷമം വന്ന് ഇങ്ങനെ ഓരോ കർമ്മം ചെയ്യുന്നവരും ഇതൊക്കെ നമ്മൾ ഈ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ വേണ്ട, അങ്ങനെ ചെയ്യേണ്ട, നമ്മൾ മാറി ചെയ്യാന്ന് നമ്മുടെ എമോഷൻസ് ബാലൻസ്ഡ് ആവും. അത് വികാരം ഉണ്ടാവത്തില്ല. അത് ഏത് വികാരമായിട്ട് ആ വികാരം വരുമ്പോഴെന്തുവാ സംഭവിക്കുന്നേ? വിവേകം മറയും. ആ വിവേകം മറയുമ്പോഴാണ് ഞാൻ വേണ്ടാത്തതൊക്കെ ചെയ്തു കൂട്ടുന്നത്. അതേസമയത്ത് നമ്മൾ ഈ സത്യങ്ങളെയൊക്കെ മനസ്സിലാക്കി ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മം എന്താണെന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങും. ഇങ്ങനെ ചെയ്യരുത്, ചെയ്താൽ ഞാൻ ആപത്തിലോട്ടാ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. ഈശ്വരൻ പറഞ്ഞ വാല്യൂസ് ആണ്, ധർമ്മമാണത്, വിവേകമാണ്. നമ്മുടെ എമോഷൻസ് അല്ല, എൻ്റെ ഇഷ്ടമല്ല, അനിഷ്ടമല്ല. അപ്പം ഞാൻ വിവേകത്തിൽ കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതാണ് അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അത് വാല്യൂസ് ആണ്, മൂല്യങ്ങളാണത്. ക്ഷമ, സഹനശക്തി, സ്ഥൈര്യം, ഫേംനെസ്, ഇതൊക്കെയുണ്ട്. നമ്മൾ ഈ പഠിക്കുമായിരുന്നു 36 ഗുണങ്ങൾ. അത് നമ്മൾ ഓരോ ഗുണങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ട. നമ്മൾ ഈ സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സ് അതിലോട്ട് ഫിക്സ് ആകുന്നതോടും നമ്മൾ ആ രീതിയിലേ പിന്നെ നമ്മൾ പ്രവർത്തിക്കത്തുള്ളൂ. നമ്മൾ ഒന്നും ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. ഞാൻ ഈ ഈശ്വരനാണെന്നും ഈ വാസന എൻ്റെ മാലിന്യമാണെന്നും
എൻ്റെ ഒരു ഭ്രമാവസ്ഥയാണ്. ഞാൻ ഈ ശരീരമല്ല, എൻ്റെ ബുദ്ധി ഉണ്ടായി, ഇതിനൊന്നും ഞാനെന്ന ഭാവത്തിന് ഒരു പ്രസക്തിയില്ലെന്നും അതൊരു ഭ്രമമാണ്, എൻ്റെ തന്നെ ഈഗോ ആണ് എന്നെ വഴിതെറ്റിക്കുന്നതൊക്കെ ഉള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളെ നിരീക്ഷിച്ച് അതിനെ മാറ്റി ചെയ്യാൻ തുടങ്ങും, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ വിവേകത്തിൽ. അതുകൊണ്ട് എനിക്ക് ഒരു നഷ്ടവും വരുത്തില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ ധർമ്മത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തില്ലെന്ന്. അത് നമ്മുടെ ഒരു മിഥ്യാധാരണയാണ്, തെറ്റായ സങ്കല്പമാണ്. നമ്മൾ പറയത്തില്ലയോ, നമ്മൾ എവിടെങ്കിലും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ, ആർക്കെങ്കിലുമൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പറയത്തില്ലയോ, ഓ അവന് ജീവിക്കാൻ അറിയത്തില്ല, അവൻ കൈക്കൂലിയൊന്നും വാങ്ങിക്കത്തില്ല, ഓ അവനെ കൊണ്ട് അവനെ ജീവിക്കാൻ അറിയത്തില്ല. കാരണം കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് പൈസ കൂട്ടി ഇങ്ങനെയൊക്കെ ജീവിതം എൻജോയ് ചെയ്യുന്നതാണ് റൈറ്റ് വേ. തന്നെയല്ല ഒരു ജോലി കിട്ടിയാലോ അവന് ഒരു ജോലിയും ചെയ്യേണ്ട സുഖമാണ്, അവന് മാസം ശമ്പളം കിട്ടും, അവന് ആ സമയത്ത് പലതും ചെയ്യാം അവന്. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. കാരണം ജോലി ചെയ്യാതെ, എത്രത്തോളം ജോലി ചെയ്യാതെ നമുക്ക് ശമ്പളം കിട്ടുമോ അല്ലെങ്കിൽ ഇത് കിട്ടുമോ, ഇതൊക്കെ അതാണ് മനുഷ്യൻ നോക്കുന്നത്. അപ്പം നമ്മൾ എല്ലാത്തിനും നമ്മൾ തെറ്റായ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇഷ്ടം എന്നെ നല്ലതിലോട്ട് കൊണ്ടുപോകത്തില്ല, എന്നെ ദുരിതാവസ്ഥയിലോട്ടോ കൊണ്ടുപോകത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാതെ, എൻ്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാതെ വിവേകം എന്താണെന്ന് അറിയുക. അതെന്നെ എൻ്റെ ഞാനെന്ന ജീവാത്മാവിനെ ഉയർത്തും. എങ്ങോട്ട് ഉയർത്തും? ഈശ്വരനിലോട്ട് ഉയർത്തും. അവിടാണ് സ്വസ്ഥതയും സമാധാനവും. നമ്മുടെ വാസനയ്ക്ക് അനുസരിച്ച് പൊയ്ക്കൊണ്ടിരുന്നാൽ ഞാൻ കൂടുതൽ അസ്വസ്ഥമാകുകയേ ഉള്ളൂ. അതിന്റെ എക്സാമ്പിൾ എന്തുവാ? ഞാനൊരു കള്ളം പറഞ്ഞാൽ ആ കള്ളത്തിനെ നിലനിർത്താൻ ഞാൻ എന്തും വേണ്ടി കള്ളങ്ങൾ പറയണം, ഞാൻ എന്തും വേണ്ടി ശ്രമമായി എൻ്റെ പുറയില് അതിനെ നിലനിർത്താൻ. അങ്ങനെ അവസാനം വരെ നിലനിർത്താൻ പറ്റുമോ? അതും ഒക്കത്തില്ല. അവസാനം നമ്മൾക്ക് ദുരിതാവസ്ഥ വന്നു ചേരും. എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ വാസനയ്ക്കനുസരിച്ച്, ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് ചെയ്യാതെ വിവേകത്തിൽ കർമ്മം ചെയ്യാൻ പഠിക്കുക. അതിന്റെ കാര്യങ്ങളാണ് നിർദ്വന്ദ്വാവസ്ഥ, നിത്യസത്യസ്ഥ, യോഗക്ഷേമം. അതാണ് അടുത്ത പാരഗ്രാഫിൽ പറയാൻ പോകുന്നത്. നിർദ്വന്ദ്, സുഖം ദുഃഖം, ശീതം ഉഷ്ണം, ജയം പരാജയം എന്നീ പരസ്പര വിരുദ്ധങ്ങളായ ജീവിതാനുഭവങ്ങളെ ദ്വന്ദ്ങ്ങൾ എന്ന് പറയും. നമ്മെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്ന ഈ അനുഭവങ്ങൾ അസ്ഥിരങ്ങളാണ്, മാറിക്കൊണ്ടിരിക്കും. അവയിൽ ഭ്രമിക്കാതെ സ്വതന്ത്രനായി മാറി നിൽക്കൂ. അതാ നിർദ്വന്ദ്വത്തിൽ നമ്മൾ, ദ്വന്ദ്വാവസ്ഥയിൽ നമ്മൾ ഭ്രമിക്കണ്ട. അപ്പം ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ഇതെന്താണ് ഇതെന്ന്, എനിക്ക് എന്താണ് ഇങ്ങനെ, നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ, ഈ ഗീത പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം വെളിയിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവല്ല, ഒരു ഗുരുവിൽ നിന്നോ ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്ന അറിവാണ്. ഇത് കോമൺ സെൻസിൽ കൂടെ കിട്ടുന്ന അറിവല്ല. ഇത് കോമൺ സെൻസിൽ കൂടെ കിട്ടുന്ന എന്തുവാ? നമ്മുടെ വാസനയ്ക്ക് അനുസരിച്ചുള്ള ഫലങ്ങൾ, ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ വെറും ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധി അവിടുന്ന് എൻ്റെ വാസനയിൽ നിന്ന് വന്ന ബുദ്ധിയാ. അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചേ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ ഈ വാസനയ്ക്കും അപ്പുറത്തിരിക്കുന്നതാണ് ഈ ചൈതന്യം. ആ ചൈതന്യത്തിനുണ്ടെങ്കിൽ അതിന് വാല്യൂസ് ഉള്ളതാ. അതാ നമ്മൾ ഈ ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വാസനയ്ക്ക് അനുസരിച്ച അനുകൂല പ്രതികൂല, അതാണ് ഇത്. അതിന് ഞാൻ കുരുങ്ങിപ്പോവരുത്, മാറി നിൽക്കാൻ പഠിക്കണം ദ്വന്ദ്ങ്ങളിൽ. അടുത്ത നിത്യസത്വസ്ഥ, സത്വഗുണത്തിൽ തന്നെ എപ്പോഴും നിലയുറപ്പിക്കുക. എന്നുവെച്ചാൽ വാല്യൂസിൽ സത്വഗുണത്തിൽ തന്നെ എപ്പോഴും നിലയുറപ്പിക്കുക. ത്രിഗുണങ്ങളിൽ ഏറ്റവും ശുദ്ധവും പവിത്രവുമാണ് സത്വം. അതിനെ മലിനമാക്കുന്നത് രജസ്സും തമസുമാണ്. ഈ തമോ ഗുണത്തിനെ മലിനമാക്കുന്നത് എന്തുവാ? രജോ ഗുണവും തമോ ഗുണവുമാണ് അതിനെ കൂടുതൽ മലിനമാക്കുന്നത്. നല്ല പരിശുദ്ധമായ ഒരു ഗുണം. പക്ഷേ നമ്മള് മോക്ഷത്തിലോട്ട് പോവാ, ആ ഗുണത്തിനെ ഉപേക്ഷിച്ചേ പറ്റൂ. എല്ലാ ഗുണത്തിനും അതീതനാവണം, നമ്മളെ ബാലൻസ്ഡ് ആവണം. നമുക്ക് ഈ സത്വത്തിൽ മാത്രം നിന്നാൽ പോരാ. ഈ മൂന്ന് ഗുണങ്ങളെ ഉപേക്ഷിച്ച് മനസ്സ് ആ പരമാത്മ ചൈതന്യത്തിൽ ഈ ഗുണങ്ങളൊന്നുമില്ല. പരമാത്മ ചൈതന്യത്തിൽ സത്വ രജോ തമോ ഗുണങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തമോ ഗുണത്തിലുള്ള ഒരാൾ രജോ ഗുണമാവണം, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണം വരണം, സത്വഗുണത്തിൽ നിന്നും അതീതനായാലേ എനിക്ക് മോക്ഷം സാധ്യമാകൂ. പക്ഷെ അതിനോടുള്ള അടുത്ത് നിൽക്കുന്ന ഗുണം ഏതാ? സത്വഗുണം. അതുകൊണ്ടാണ് സത്വഗുണത്തിൽ തന്നെ എപ്പോഴും നിലയുറപ്പിക്കാന്ന് പറയുന്നത്. ത്രിഗുണങ്ങളിൽ ഏറ്റവും ശുദ്ധവും പവിത്രവുമാണ് സത്വം. അതിനെ മലിനമാക്കുന്നത് രജസ്സും തമസുമാണ്. രജസ് സൃഷ്ടിക്കുന്ന വിഷയാസക്തി മനസ്സിൽ വിക്ഷേപമായും അതോടൊപ്പം തമസ് സൃഷ്ടിക്കുന്ന വ്യാമോഹം ബുദ്ധിയിൽ ആവരണമായും ഭവിക്കുന്നു. അതാ ഈ രജോ
തമോ ഗുണമാണ് നമ്മുടെ മായയായിട്ട് ഭാവിക്കുന്നത്. എന്തുവാ ഈ മായ എന്ന് പറഞ്ഞ മായയുടെ ഒരു അർത്ഥമായത് വേറൊരു തരത്തിൽ പറയുകയാണ്. രജോ ഗുണം സൃഷ്ടിക്കുന്ന വിഷയാസക്തി മനസ്സിൽ വിക്ഷേപമായിട്ട് വരും. ഭയങ്കര പ്രശ്നമായി. നമുക്ക് അത് ഓരോ വിഷയങ്ങളിൽ നമ്മൾ അത് കിട്ടുമോ കിട്ടത്തില്ല, നമ്മുടെ അതിലൊരു വിക്ഷേപമാണ്, മനസ്സിന്റെ ടർബുലന്റ് ആണ് അവസ്ഥ, വിക്ഷേപമായും. അതോടൊപ്പം തമസ് സൃഷ്ടിക്കുന്ന വ്യാമോഹം ബുദ്ധിയിലെ ആവരണമായും. ഈ തമോ ഗുണമാണ് നമ്മളെ കൂടുതൽ ഈ പരമാത്മ ചൈതന്യത്തിൽ നിന്ന് മറയ്ക്കുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ ബുദ്ധിയാണ്, എന്റെ പണമാണ്, ഇതാണെന്നൊക്കെ അതിനെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുക മറ്റേതിനെ മറച്ചുകൊണ്ട്. ഈ തമോ ഗുണമാണ് നമ്മൾ മറ്റേതിനെ മറയ്ക്കുന്നത്. ഏതിനെ മറയ്ക്കുന്നത്? നമ്മളിലുള്ള ഈശ്വര ചൈതന്യത്തെ. എന്നിട്ട് വിക്ഷേപം എന്തുവാ? അപ്പം രജോ ഗുണം കാണിച്ചു എന്റെ ശരീരം, നിന്റെ ഈ നമ്മൾ ഭൗതികത്തിലുള്ള അതാണെന്നുള്ള ഞാൻ, അതാണ് ദേഹമാണെന്ന് എന്നെ ചൂണ്ടിക്കാണിക്കുന്നു. സോ ആവരണ വിക്ഷേപം, ഇതാണ് മായ. ഉള്ളതിനെ മറച്ചിട്ട് ഇല്ലാത്തതിനെ കാണിച്ചു തരും, അതാണ് നീയെന്ന്. തമോ ഗുണം ആവരണമാണ്, രജോ ഗുണം വിക്ഷേപമാണ്. അപ്പം ഈ തമോ രജോ ഗുണമാണ് നമ്മുടെ സത്വഗുണത്തെ, എന്നുവെച്ചാൽ പരമാത്മ പോകുന്ന ആ ഗുണം, അതിനോട്ട് അടുക്കുന്ന ഗുണമാണ്. അതിനെ മലിനമാക്കുന്നത് ഈ രണ്ട് ഗുണങ്ങളാണ്, രജോ ഗുണവും തമോ ഗുണവും. അതിനാൽ നിത്യസത്വസ്ഥനായിരിക്കുക എന്നതിന് ഉള്ളിൽ വിക്ഷേപങ്ങൾ ഉദിക്കാൻ അനുവദിക്കാതെ, വ്യാമോഹങ്ങളിൽ കുടുങ്ങാതെ ശുദ്ധജ്ഞാന പ്രകാശത്തിൽ സമ്യക് ദർശനം നേടുക എന്നർത്ഥം. എന്തുവാ വിക്ഷേപങ്ങൾ അനുവദിക്കാതെ? വ്യാമോഹങ്ങൾ. എന്തുവാ വ്യാമോഹം? തെറ്റിദ്ധാരണ. ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ ബുദ്ധിയാണ്, ഞാനെന്ന ഭാവം അത് നീങ്ങണം. ഞാൻ ഈശ്വരന്റെ അംശമാണെന്നുള്ള ആ ഒരു ഉറച്ച ഇത്, അതിൽ കുടുങ്ങാതെ ശുദ്ധജ്ഞാന പ്രകാശത്തിൽ ഞാൻ ഈശ്വരന്റെ ചൈതന്യം, അത് ശുദ്ധജ്ഞാനമാവും. പ്രജ്ഞാനം ബ്രഹ്മെന്ന് പറയും. ശുദ്ധബോധമാണ് ഈശ്വരൻ. എന്നിലൊരു ശുദ്ധബോധമുണ്ട്. ആ ബോധത്തിൽ എന്റെ വാസന പ്രതിഫലിക്കുന്നു. അപ്പോഴായപ്പോൾ ഞാൻ മലിനമായി പോയത്. ഈ ശുദ്ധബോധം എന്നിലുണ്ട്. ഞാൻ അതിൽ എപ്പോഴും നിലയുറയ്ക്കാൻ ഞാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. ഞാനെന്ന ഭാവമാണ് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാനാണ് സുഖിക്കുന്നത്, ഞാനാണ് ദുഃഖിക്കുന്നത്. ജീവാത്മാവിന് സുഖവും ഇല്ല ദുഃഖവും ഇല്ല, കാരണം അത് പരമാത്മാവിന്റെ അംശമാണ്. ഈ ജീവാത്മാവിന്റെ ഞാനെന്ന ഭാവമാണ് ദുഃഖിക്കുകയും സുഖിക്കുകയും ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഞാനെന്ന ഭാവമുണ്ട്. എനിക്ക് ഭയങ്കര ദുഃഖമാ, എനിക്കൊന്നും ശരിയാവുന്നില്ല, എല്ലാം എനിക്കൊരു ദ്വന്ദ്ഭാവമുണ്ട്. അത് മിഥ്യയാ, അതില്ലാത്തതാ, പക്ഷെ നമുക്കുണ്ടെന്ന് തോന്നുവാ. ഇതാണ് നമ്മുടെ കുഴപ്പം. നമുക്ക് ഈ ഇല്ലാത്തത് ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ്. നമ്മൾ ഇതൊക്കെ കേൾക്കുന്നെങ്കിലും ഈ ജീവിതത്തിലെ അനുഭവം ഇങ്ങനെയല്ലോ, നമുക്കൊന്നും ഇങ്ങനെയൊന്നും മനസ്സിലാവുന്നല്ലോ, ഇതൊക്കെ ഇങ്ങനെ എനിക്കെല്ലാം മനസ്സിലാവുന്നില്ല, നേരെ വിപരീതമാണെന്നല്ലോ നമ്മുടെ ഒരു തോന്നലല്ലേ. ശരിക്കും നമുക്ക് ഇതൊക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇതിനെ മനസ്സിനെ നിരന്തരം ചിന്തിച്ച് മനനം ചെയ്ത് ഉറപ്പിച്ചാൽ എനിക്ക് ഇതിൽ നിന്ന് മുക്തി കിട്ടും. അത് പരമാർത്ഥമാണ്. നമ്മൾ ഇതിനെ പക്ഷെ നിരന്തരം പരിശീലിക്കണം. എന്തോ ഈ പരിശീലനം? നിരന്തര ചിന്തനം. ഈ സത്യങ്ങളെ നമ്മൾ നിരന്തരം ചിന്തിക്കണം. അപ്പൊ അത് ഉറയ്ക്കും. അത് ഒന്നും പരിശീലിക്കാതെ ഉറയ്ക്കത്തില്ല. അത് ഈ മനസ്സിന്റെ പരിശീലനമാണ് ഏറ്റവും വലിയ പ്രയത്നം. അടുത്ത യോഗക്ഷേമം. നേടിയിട്ടില്ലാത്തത് നേടാനുള്ള ശ്രമം യോഗം, നേടിയത് കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമം ക്ഷേമം. നമ്മുടെ എല്ലാം പ്രശ്നം ഇതല്ലയോ? നമ്മളെല്ലാം എന്തൊക്കെയൊക്കെ സമ്പാദിച്ചു കൂട്ടും, അത് നിലനിൽക്കണം, അത് കാലഹരണപ്പെട്ടു പോകാൻ, നശിച്ചു പോകാതെ സൂക്ഷിക്കണം. ഇതാണ് യോഗവും ക്ഷേമവും. നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്നൊന്നും നശിച്ചു പോരും, അതിനെ നിലനിർത്തണം. ഇതാണ് നമ്മുടെ ക്ഷേമം. യോഗവും ക്ഷേമവും, ഇതിലാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. ഇതൊക്കെയാണ് എന്നെ നിലനിർത്തുന്നത്. ഞാൻ എന്തൊക്കെ സമ്പാദിച്ചു, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഭാവിയിൽ എങ്ങനെ ജീവിക്കും? ഞാൻ ഒത്തിരി സമ്പാദിച്ച് കൂട്ടും, ഞാൻ പിന്നെ ചെലവ് ചെയ്യാൻ തോന്നില്ല. അതിനെ എങ്ങനെയെങ്കിലും നിലനിർത്തണം, ഇല്ലാതാക്കരുത്. അപ്പം ഈ ചിന്തയാണ് എന്നെ ദുരിതത്തിലായിരുന്നത്. യോഗവും ക്ഷേമവും, ഈ അനുകൂല പ്രതികൂല പോലെ ആണ് ഇതും യോഗവും ക്ഷേമവും. ഇതാണ് എല്ലാ മനുഷ്യനെയും ബേസിക്കായിട്ടുള്ളത്. സമ്പാദിക്കുക, ആ സമ്പാദിച്ചത് അനാമത്ത് പോകാതെ, നശിപ്പിച്ചു പോകാതെ നിലനിർത്തിക്കൊണ്ടിരിക്കുക, അതിനെ സുരക്ഷിതമായിട്ട്. ഇതെന്റെ ആങ്സൈറ്റിയാ, യോഗവും ക്ഷേമവും. ഈ രണ്ടുമാണല്ലോ നമ്മുടെ പ്രവൃത്തികൾക്ക് പിന്നിലെ പ്രേരണകൾ. പലതും സമ്പാദിക്കാനും കൈയടക്കി വയ്ക്കാനുമായി അഹങ്കാരത്തോടെ ചെയ്യുന്ന സ്വാർത്ഥ
സ്വാർത്ഥ ഒക്കെയും യോഗക്ഷേമത്തിൽ പെടും. കർമ്മനിരതമായ ജീവിതത്തെ അശാന്തമാക്കുന്നത് അഹന്തയും സ്വാർത്ഥതയുമാണ്. അതിനാൽ അവ അഹന്താമതൽ വെടിഞ്ഞ് മനഃശാന്തി കൈവരിക്കൂ. ഈ ഞാനെന്ന ഭാവമാണ് ഞാൻ ഉണ്ടാക്കി, ഇതെനിക്ക് അനുഭവിക്കണം ഫ്യൂച്ചറിൽ, അതിനെ ഞാൻ കാത്തു സൂക്ഷിക്കണം. ഈ ഞാൻ അഹന്തായും മമതായും ഇതാണ് എന്നെ ദുരിതത്തിലാക്കുന്നത്. ഇപ്പൊ 3 അവസ്ഥകൾ പറയാ: നിർദ്വന്ദ്വം, നിത്യസത്യത്വം. എന്നുവെച്ചാൽ എന്തുവാ? ഞാൻ എപ്പോഴും സത്വഗുണത്തിൽ നിൽക്കണം. രജോ തമോ ഗുണത്തില് അതിന്റെ മാലിന്യ വിക്ഷേപവും ആവരണവും. അത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും അങ്ങനെയാണ് ഈ കർമ്മത്തിനെ ശുദ്ധീകരിക്കേണ്ടത്. ഞാൻ ചെയ്യുന്നതിൻ്റെയൊക്കെ എല്ലാ ധാർമ്മിക വേയിലോട്ട് ചിന്തിക്കാൻ ഇതെല്ലാം ഇതിന്റെ ബേസുകളാണ്. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരാശയമാണ് ഇത്. ഇന്നത്തെ അവസ്ഥ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരാശയമാണിത്. ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഉയരാനോ സമ്പത്ത് സംരക്ഷിക്കാനോ നാം പരിശ്രമിക്കേണ്ടതില്ല എന്നല്ല ഇതിനർത്ഥം. ശാസ്ത്രോക്തികളെ തെറ്റി മനസ്സിലാക്കുക കാരണം പല അബദ്ധങ്ങളും നമുക്ക് പിടഞ്ഞു പോയിട്ടുണ്ട്. സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അനുവാദമായി ഇത്തരം പ്രസ്താവനകളെ കണക്കാക്കുന്ന അനർത്ഥമാണ്. ഇതിന്റെ വാച്യാർത്ഥം നോക്കിയാൽ ഹിന്ദുക്കളെ അലസരും നിഷ്ക്രിയരുമാക്കിയാണ് ഗീതയുടെ താല്പര്യമെന്ന് തോന്നും. 1-ാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം 2-ാം അധ്യായത്തിലെ ആശയം ഗ്രഹിക്കാൻ. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു യോദ്ധാവിനോടാണ് ഇത് ഉപദേശിക്കുന്നതെന്ന് ഓർക്കണം. അതും മൗഢ്യത്താൽ വന്ന വിഷാദം കളഞ്ഞ് അയാളെ കർത്തവ്യം നിരക്കാൻ. അപ്പൊ നമ്മള് ഇതിനെ നമ്മുടെ ഇതിന്റെ വാചകത്തിലുള്ള അർത്ഥത്തിനെ അല്ല എടുക്കേണ്ടത്. എന്റെ മനസ്സിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് നമ്മളിത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പാരമാർത്ഥിക സത്യത്തിനെ അങ്ങനെ എടുത്ത് വ്യാവഹാരിക രീതിയിൽ യൂസ് ചെയ്തുകൂടാ. ഇതിന്റെ പുറയിലുള്ള ഭാവത്തിനെയാണ് നമ്മൾ പറയുന്നത്. ആ ഭാവം, എന്റെ മനസ്സിന്റെ ഭാവമാണ് എന്നെ ദുരിതത്തിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെയെല്ലാം ഈ ഭാവത്തിനാണ് ഇത്. അല്ലാതെ നമ്മുടെ പ്രവൃത്തി ചെയ്യുന്നതെല്ലാം നമ്മൾ ഈ ഭാവത്തിലാണെങ്കിൽ പ്രശ്നമില്ല. സ്വാർത്ഥതയോട് ചെയ്താലോ എനിക്ക് ദുരിതങ്ങളാ. അഹന്താമമത, ഞാന് എന്റെ അഹന്താമമതയോട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമ്മളെ ദുരിതത്തിൽ കൊണ്ടുപോകും. അപ്പം ഇതിന്റെ പുറകിലുള്ള ഭാവമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഭാവത്തിലാണ് എനിക്ക് ദുരിതം ഉണ്ടാവത്തില്ല. നമ്മൾ വാസനാകർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഞാനെന്ന ഭാവത്തിലായിരിക്കരുത്. അതിനെ സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത്. ഞാനെന്ന ഭാവം ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ. നിർദ്വന്ദ്വനും നിത്യസത്യസ്ഥനും നിര്യോഗക്ഷേമനുമായി ഭവിക്കൂ എന്ന് ഉപദേശിക്കാൻ എളുപ്പം കഴിയും. അതെങ്ങനെ സാധിക്കൂ എന്നുകൂടി പറഞ്ഞു തന്നാലേ ആ ഉപദേശം കൊണ്ട് പ്രയോജനമുള്ളൂ. അതാണ് ഈ ശ്ലോകത്തിലെ അവസാന പദം സൂചിപ്പിക്കുന്നത്. ആത്മസ്വരൂപത്തിൽ തന്നെ ഉറച്ചിരിക്കുക. അതാ ഞാൻ ഈശ്വരന്റെ അംശമാണ്, ഞാൻ ഈശ്വര ചൈതന്യമാണ്, നിരന്തര ചിന്ത. അതാ ഇതൊക്കെ ഈ പറയുന്നതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഈ ചിന്ത എപ്പോഴും വേണം. നിർദ്വന്ദ്വനും നിത്യസസ്ഥനും നിര്യോഗക്ഷേമനും ഭവിക്കുമെന്ന് ഉപദേശിക്കുന്ന എളുപ്പം. ഇതെങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരും? നിരന്തര ചിന്തനം. ഞാൻ ഈശ്വരന്റെ അംശമാണ്, ഞാൻ ആത്മാവിൽ തന്നെ നിലനിൽക്കണം എന്ന് പറയുക. എന്നുവെച്ചാൽ ഞാൻ ഈശ്വരന്റെ ചൈതന്യമാണെന്ന് മനസ്സിനെ പരിശീലിപ്പിക്കണം. ഇതെനിക്ക് എന്റെ വാസനകൾ, എന്റെ ഈ ദ്വന്ദ്ങ്ങളെല്ലാം അനുകൂല പ്രതികൂലമല്ല, എന്റെ വാസന മാലിന്യമാ. ഇതിൽ നിന്ന് മുക്തനായാലേ എനിക്ക് ഈശ്വരനിലോട്ട് ലയിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് എന്റെ മുക്താവസ്ഥ, മോക്ഷാവസ്ഥ. അപ്പൊ ഇത് എങ്ങനെയാ സാധിക്കുന്നത്? നിരന്തര ചിന്തനം. ഞാൻ ആത്മാവാണ്, ഞാൻ ഈശ്വര ചൈതന്യം. ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? പരമാത്മാവ്, പരമാത്മ ചൈതന്യന്റെ അംശമാണ് ഞാൻ. ജീവാത്മാവല്ല. ആണ് ഈ വാസനയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ആക്ച്വലായിട്ട് ഞാൻ പരമാത്മാവാണ്. വാസനയിൽ കുടുങ്ങി ഞാൻ ജീവാത്മാവായി പരിതപിക്കുക. ഈ പരമാത്മ ചൈതന്യം എന്റെ വാസനയിൽ കുടുങ്ങി ഞാൻ ജീവാത്മാവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഈശ്വരനാണ്, പരമാത്മ എന്റെ അംശമാണ്, ഞാൻ കരയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം എന്റെ വാസനകളാണ്, അഴുക്കുകളാണ്, മാലിന്യമാണ്. അപ്പൊ നമ്മൾ ആ രീതിയിൽ കാണാൻ തുടങ്ങിയാൽ നമ്മുടെ ഈ എല്ലാ ദ്വന്ദ്വാവസ്ഥകളും, ദ്വന്ദ്വ അനുഭവങ്ങളും, അനുകൂല പ്രതികൂല അനുഭവങ്ങളും എല്ലാം നമുക്ക് ബാലൻസ്ഡ് ആയി പോകും. അങ്ങനെ ഒരു മനസ്സ് വരണമെന്നുണ്ടെങ്കിലോ പ്രാക്ടീസ് എന്താ? ഞാൻ ഈശ്വര ചൈതന്യമാണെന്നുള്ള മനസ്സിനെ നിരന്തരം ബോധ്യപ്പെടുത്തണം. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിനാ സമർപ്പണ ബുദ്ധി, ശരണാഗതി എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഞാനെന്ന ഭാവത്തിലല്ല ഇരിക്കേണ്ടത്. നമുക്ക് ഞാനെന്ന ഭാവത്തിലാണ് നമ്മളിപ്പോ ചിരിക്കുന്നത്. എനിക്ക് അതെങ്ങനെയാണ്, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ എന്തോ ചെയ്യും, എല്ലാം ഞാനെന്ന ഭാവമാണ് നമുക്ക്. നമ്മൾ ആ പരിമിതനായ അത് എന്തുകൊണ്ടാ പരിമിതത്വം തോന്നുന്നത്? എന്റെ വാസന കാരണമാണ്. അപ്പൊ നമ്മൾ ഈ സത്യങ്ങളെയൊക്കെ മനസ്സിലാക്കിയാലോ, നമ്മള് പരമാത്മ ഈശ്വരന്റെ അംശം, നമ്മൾ ഓരോരുത്തരും ഈശ്വരനാണ്, ഈശ്വരന്റെ അംശമാണ്.
പക്ഷെ ഈ വാസന മാറണം. വാസന മാറുന്നുണ്ടെങ്കിലോ ഞാൻ പരിശീലനം വേണം. ഈശ്വരനാണെന്ന് എൻ്റെ മനസ്സിന് ഉറപ്പ് വരണം. അത് നിരന്തര ചിന്തനത്തിൽ കൂടെ വരത്തുള്ളൂ. നമ്മൾ എത്ര വാസന ഉണ്ടായാലും ആ ഈശ്വര ചൈതന്യത്തിലാണ് ആ വാസന ഇരിക്കുന്നത്. ആ വാസനയിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിലോ ഞാൻ ഈശ്വരനാണെന്നുള്ളതിന്റെ ആ ആത്മാവിൽ അതാ ആത്മാവൻ ഭവ. ഞാൻ ആത്മാവിൽ ഉറയ്ക്കണം എൻ്റെ മനസ്സ്. ആത്മസ്വരൂപിൽ തന്നെ ഉറച്ചിരിക്കുക. ആത്മാവൻ ഭവ. ശരീര മനോബുദ്ധികളാൽ പരിച്ഛിന്നനായ ഒരു ജീവനാണ് താൻ എന്ന തോന്നലാണ് ദ്വന്ദ്മോഹത്തിൽ കുടുങ്ങാനും ശുദ്ധ സത്വത്തിൽ നിന്നും വ്യതിചലിക്കാനും യോഗക്ഷേമ ചിന്തകൾ കൊണ്ട് ആകുലനാകാനും കാരണം. അപ്പൊ അതാ നമ്മൾ എന്തുകൊണ്ടാ വളരെ പരിമിതനാൻ തോന്നി? ശരീര മന ബുദ്ധി. ശരീരവും മനസ്സിന്റെയും ബുദ്ധി തലത്തിൽ ഞാൻ കുടുങ്ങിപ്പോയാൽ ഞാൻ ഇതിനെല്ലാം ബാധ്യസ്ഥനാണ്. ദ്വന്ദ്വാവസ്ഥയ്ക്ക്, അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരും. ദുരിതം, അതുകൊണ്ട് എനിക്ക് ദുരിതം വരും. നമുക്ക് സത്വഗുണത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. സത്വഗുണത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരും. യോഗക്ഷേമം, സമ്പാദിക്കണം, അതിനെ എങ്ങനെയെങ്കിലും പാടുപെട്ട് നിലനിർത്തണം. ഇതിലൊക്കെ ഞാൻ കുടുങ്ങിപ്പോവും. ഈ സംസാര ദുരിതങ്ങൾക്ക് അറുതി വരണമെങ്കിൽ ജീവൻ തന്റെ യഥാർത്ഥ സ്വരൂപം എന്തെന്നറിഞ്ഞ് അതായിത്തീരണം. നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താ? സ്വസ്വരൂപം എന്ന് പറയും. എൻ്റെ സ്വന്തം ശരിക്കുള്ള സ്വരൂപം ഞാൻ ഈശ്വരന്റെ ചൈതന്യമാ. സോ ഈ സംസാര ദുരിതങ്ങൾക്ക് അറുതി വരണമെങ്കിൽ ജീവൻ തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്നറിഞ്ഞ് അതായിത്തീരണം. പലതിനെയും ആശ്രയിച്ച് കഴിയേണ്ട ജീവനല്ല ഞാൻ. എല്ലാറ്റിനും ആശ്രയമായ ആത്മാവാണെന്ന് ശ്രദ്ധാനുഭൂതി ഉണ്ടാവണം. ഇതാ മനസ്സിന്റെ നിരന്തര ചിന്തനം. ഞാൻ ഈശ്വരന്റെ അംശമാണ്. ഈ അനുഭവങ്ങളൊക്കെ എൻ്റെ കർമ്മഫലത്തിൽ വന്നതാ. അത് കുഴപ്പമില്ല. ഈ ജന്മത്തിൽ നിന്ന് എനിക്ക് ഉയർച്ച കിട്ടണം. അതാണ് എൻ്റെ എവല്യൂഷൻ. അതാണ് മോക്ഷാവസ്ഥ. പക്ഷെ നമ്മൾ ഈ അറിവ് പോലും ഇല്ലാതാണ് എത്രയോ ഭൂരിഭാഗം ആൾക്കാരും. ജന്മങ്ങൾ വേണം ഈ ഒരു അവസ്ഥയിലോട്ട് വരാൻ. അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് കേൾക്കുന്നപ്പോൾ മനസ്സിലാവുന്നു. എത്രയോ പേർക്ക് ഇതിലോട്ട് മനസ്സ് വെക്കുന്നില്ല. ഇതിലോട്ട് എന്തെങ്കിലും കാണിച്ചതിനെ പെരിഫറലായിട്ട് ഇങ്ങനെ പോകുന്നു. ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഈ നമുക്ക് മനസ്സിലാകുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു തലച്ചൊക്കെ അതിൻ്റെയൊക്കെ ഒരു കാരണമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ഈ പറയുന്നതെല്ലാം ശരിക്കും ബുദ്ധിയിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പരിശീലനത്തിൽ കൂടെ മോക്ഷാവസ്ഥയിലോട്ട് പോകാം. നമ്മൾ അതിനെ അമാന്തിക്കരുത്. ഈ പരിശീലനമാണ് മനസ്സിന്റെ ഭാവത്തിന്റെ, ശരീരത്തിന്റെ അവസ്ഥയുടെ പരിശീലനമല്ല. മനസ്സിനെ ഞാൻ പരിശീലിപ്പിക്കണം. എന്തുവാ? ഞാൻ ഈശ്വരന്റെ അംശമാണ്. നിരന്തര ചിന്തനം. ഞാൻ ഈശ്വരാർപ്പണമായി വേണം എന്തും ചെയ്യാം. ആത്മാവാൻ ഭവ. ഏത് കർമ്മവും ഞാൻ ഈശ്വരൻ അർപ്പിച്ച്, ഈശ്വര ഞാൻ കൃഷ്ണന് വേണ്ടി ചെയ്യുവാണെന്ന് പറഞ്ഞ് ചെയ്യുക. അതല്ല എൻ്റെ ഭാവം. ഞാൻ ഈ ചൈതന്യത്തിലാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ആ ചിന്ത, അതാ സമർപ്പണ ബുദ്ധി. ആ സമർപ്പണം ഇത് നിരന്തരം ഉണ്ടാവണം. ഗീത പഠിക്കുമ്പോൾ മാത്രമല്ല ഉണ്ടാവണം. ആത്മസാക്ഷാത്കാരം നേടിയ മഹാത്മാവിന്റെ മനസ്സിളക്കാൻ ലൗകിക അനുഭവങ്ങൾക്കൊന്നിനുമാവില്ല. ദ്വന്ദ്വാതീതനും ഗുണാതീതനും ലോകാതീതനുമായി സ്വമഹിമയിൽ വിരാജിക്കുന്ന ആത്മജ്ഞാനിക്ക് വേദങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? വേദങ്ങളുടെ വിധി നിഷേധങ്ങൾ അയാൾക്ക് ഇനി ബാധകമല്ല. ബ്രഹ്മനിഷ്ഠന്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് വേദങ്ങൾക്ക് പോലും പ്രമാണം. അതാണ് നമ്മളെ ഈ ഭഗവത്ഗീത, ഈ ഭഗവത്ഗീത എന്താണ് ഇതിന്റെ കോർ?